ഹായ് എവരി വൺ, വെൽക്കം ടു മാജിക് ഒനിയൻ. ഇന്ന് നമ്മൾ മാജിക് ഒനിയൻ ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഒരു ഈവനിങ് സ്നാക്കാണ്. ചിക്കൻ റോളാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ചിക്കൻ റോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് നമ്മൾ ഫില്ലിങ്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഫില്ലിങ്സ് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇത്ര ചെറുതായിട്ട് അരിയണമെന്നില്ല. ചിലർക്കൊക്കെ ചിക്കൻ റോളിൽ കിടക്കുന്ന സവാള കുറച്ച് വലുതായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സവാള കുറച്ചുകൂടി വലുതായിട്ട് അരിഞ്ഞാലും മതിയാവും. ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ടാണ് സവാള അരിഞ്ഞെടുത്തേക്കുന്നത്. അത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിങ്ക് കളർ ആവുന്ന വരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാം. ആദ്യമായിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തു, ഇഞ്ചി ചേർത്ത് കൊടുത്തു, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്തു. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് പൊടികളൊക്കെ നമ്മൾ ചേർക്കുകയാണ്. ആദ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതിലേക്ക് ചേർത്തത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് മസാലപ്പൊടി, ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ പൊടിയും ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 3 ഓപ്ഷണലാണ്. നമ്മൾ ചിക്കൻ റോളിലൊന്നും വെജിറ്റബിൾസ് അധികം ചേർക്കാറില്ല. തക്കാളി മാത്രമാണ് ചിക്കൻ റോളിൽ ചേർക്കേണ്ട വെജിറ്റബിൾ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഫില്ലിങ്സ് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ റോളിനും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് വെജിറ്റബിൾ റോളായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് ആ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്ന ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ബോൺലെസ് ചിക്കൻ നമ്മൾ 2-3 പീസ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വേണ്ടി വറുത്തെടുത്തതിൽ നിന്ന് 2-3 എടുത്ത് മാറ്റി വെച്ചാൽ മതി. അത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് എമൗണ്ട് ഉള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത ചിക്കനാണിത്. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലെടുത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ പോർഷനിലും അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ചിക്കൻ റോളിനുള്ള ഫില്ലിങ്സ് ഇത്രയും പ്രോസസ്സുള്ളൂ. ഞാൻ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. ഞാൻ അതിൻ്റെ ഔട്ടർ പോർഷൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. 1 നുള്ള് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ടർ പോർഷൻ റെഡിയാക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ അത് ഒത്തിരി തിക്കാവണ്ട. ഇനി അതൊരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ദോശയൊക്കെ ചെയ്യുന്ന മാതിരി നമുക്ക് റെഡിയാക്കിയെടുക്കാം. അത്യാവശ്യം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഒത്തിരി തിന്നായാലും അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് അതൊന്ന് പരത്തിയെടുക്കുന്നത്. നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഫുള്ള് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഔട്ടർ പോർഷനുള്ളതാണിത്. ഒത്തിരി കുക്കായി പോകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അടിയൊന്നും മൊരിഞ്ഞൊന്നും വരണ്ട.
ഒരു സൈഡ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് നമുക്ക് മറ്റേ സൈഡ് കൂടെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. മറിച്ചിടുമ്പോൾ അത് വിട്ടു പോകാണ്ടും ഹോളൊന്നും വരാണ്ടും ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഫുള്ള് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ചെയ്തെടുക്കാം. ഫുള്ള് നമുക്ക് തിരിച്ച് മറിച്ചും 2 സൈഡും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒത്തിരി മൊരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫുള്ള് റെഡിയാക്കി എടുക്കാം. ഇനി ഇതെങ്ങനെ റോള് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു പരന്ന പ്ലേറ്റിലേക്കാണ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി വലിയ റോൾ ഉണ്ടാക്കാൻ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറൊരു പാത്രത്തിൽ ഞാൻ റസ്കിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയുടെ ജാറിലെടുത്ത് പൊടിച്ചെടുത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് പൊടിച്ചത് യൂസ് ചെയ്യാം. വേറൊരു ബൗളിലേക്ക് ഞാൻ മൈദ പൊടി വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് മൈദ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്കതിനകത്തുനിന്ന് ഒരു ദോശ എടുത്തിട്ട് അതിൽ പരത്തിയെടുക്കാൻ നോക്കാം. അതിലേക്ക് നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട്. ഫില്ലിങ്സ് നമ്മൾ ചേർത്തെടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇവിടെ അത്യാവശ്യം നല്ലോണം തന്നെ ഫില്ലിങ്സ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ചേർക്കുക. ഇനി അത് ഒരു സൈഡിൽ നിന്ന് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഏതൊക്കെ പോർഷനിലാണോ ഫില്ലിങ്സ് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ളത് അവിടെയൊക്കെ നമ്മൾ മൈദ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഫില്ലിങ്സ് പുറത്ത് പോകാത്ത രീതിയിൽ മൈദ തേച്ച് നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ച് എടുക്കുന്നതാണ് ഇത്. അങ്ങനെ നമുക്ക് ഫുള്ള് റോള് റെഡിയാക്കി എടുക്കാം. ഫുള്ള് റോള് റെഡിയാക്കിയതിന് ശേഷം നമുക്കത് മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പരന്ന പാത്രമാണ് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി മുട്ട ഒഴിച്ച് വയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രം എടുക്കാവുന്നതാണ്. വലിയ റോളാവുമ്പോൾ ഇതിങ്ങനെ പരന്ന പാത്രത്തിൽ ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം. അടുത്തതായിട്ട് ബ്രെഡ് ക്രംസിൽ അത് നന്നായിട്ട് മുക്കിയെടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ റോൾ അതിൽ നന്നായിട്ടിട്ട് മുരിച്ചെടുക്കാം. നമുക്കിവിടെ റസ്കിന് പകരം ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ റസ്കിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡോടെയും വേവിച്ചെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.